നമസ്കാരം. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിലേക്ക് ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യം തള്ളിവിടുന്ന ദൃശ്യമാണിത്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലെന്ന സവിശേഷമായ തണ്ണീർത്തട പരിസ്ഥിതി വ്യവസ്ഥ ഇന്ന് മരണത്തിൻ്റെ വക്കിലാണ്. ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന അഷ്ടമുടിക്കായലിനെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ തടാകമാണ് അഷ്ടമുടി തടാകം. ഏകദേശം 16 കിലോമീറ്റർ നീളത്തിൽ കൊല്ലം പട്ടണത്തിൻ്റെ ഏകദേശം 30% വിസ്തൃതിയുള്ള ഒരു തണ്ണീർത്തടമാണ് അഷ്ടമുടിക്കായൽ. അഷ്ടമുടി എന്നത് അഷ്ട അതായത് 8, മുടി അതായത് ശാഖ എന്നീ വാക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വാക്കാണ്. ഇത് തടാകത്തിൻ്റെ 8 ശാഖകളെ സൂചിപ്പിക്കുന്നു. ഈ തടാക സംവിധാനത്തിൽ തേവള്ളി തടാകം, കണ്ടച്ചിറ തടാകം, കുരീപ്പുഴ തടാകം, തെക്കുംഭാഗം തടാകം, കല്ലട തടാകം, പെരുമൺ തടാകം, കുമ്പളത്ത് തടാകം, കാഞ്ഞിരൂട്ട് തടാകം എന്നീ 8 ശാഖകൾ ഉൾപ്പെടുന്നു. പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും മനോഹരമായ കണ്ടൽ വനങ്ങളും തെങ്ങുകളും കൊണ്ട് അതിരിടുന്ന മനോഹരമായ അഷ്ടമുടിക്കായൽ ഇന്ന് മരണത്തിൻ്റെ വക്കിലാണ്. ഉറവിടങ്ങളിൽ സംസ്കരിക്കാത്ത മുനിസിപ്പൽ കരമാലിന്യങ്ങളും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ചപ്പുചവറുകളും താമസ സ്ഥലങ്ങളിൽ നിന്നും റിസോർട്ടുകളിൽ നിന്നും പുറന്തള്ളുന്ന പ്രാദേശിക മാലിന്യങ്ങളും വലകൾ, കൂടുകൾ എന്നിവയുടെ അവശിഷ്ടങ്ങളും അങ്ങനെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ അനുനിമിഷം ഈ കായലിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ കായലിനെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണവും. അഷ്ടമുടി തടാകത്തിലെ ചില ഭാഗങ്ങളിൽ തോപ്പിൽക്കടവ് KSRTC ബസ് ഡിപ്പോയ്ക്ക് സമീപമുള്ള ഭാഗങ്ങൾ, കുണ്ടറ സെറാമിക് എന്നീ ഭാഗങ്ങളിലുള്ള അഷ്ടമുടിക്കായലിൻ്റെ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മത്സ്യങ്ങളിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് അതീവ ഗൗരവതരമായ ഒന്ന് തന്നെയാണ്. കേരള സർവകലാശാലയിലെ അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ് നടത്തിയ പഠനത്തിൽ ഈ തടാകത്തിലെ മത്സ്യം, ഷെൽഫിഷ്, അവശിഷ്ടം, വെള്ളം എന്നിവയിൽ മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കോമറൈൻ പ്രൊജക്ടിൻ്റെ പിന്തുണയോടെയും യൂറോപ്യൻ യൂണിയൻ്റെ ഇറാസ്മസ് പ്രോഗ്രാമിൻ്റെ സഹധനസഹായത്തോടെയും നടത്തിയ പഠനത്തിലാണ് ഇവ കണ്ടെത്തിയിരിക്കുന്നത്. മത്സ്യത്തിൽ 19.6% മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിരിക്കുന്നു. ഷെൽഫിഷുകളിൽ 40.9% വരെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിരിക്കുന്നു. മത്സ്യത്തിലും ഷെൽഫിഷിലും പ്ലാസ്റ്റിക് പോളിമറുകൾ കണ്ടെത്തിയിരിക്കുന്നത് അപകടകരമായ ഒരു വസ്തുത തന്നെയാണ്. ഇവയുടെ കുടലിൽ കാണപ്പെടുന്ന ഈ മലിനീകരണ വസ്തുക്കൾ സമുദ്രജീവികൾക്കും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ തടാകത്തിലെ മത്സ്യത്തിലും ഷെൽഫിഷിലും പ്ലാസ്റ്റിക് പോളിമറുകൾ അതായത് നൈലോൺ, പോളിയൂറിൻ, പോളിപ്രൊപ്പൈലിൻ, പോളി എത്തിലീൻ, പോളിസിലോക്സൈൻ കൂടാതെ ഹെവി ലോഹങ്ങളായ മോളിബ്ഡനം, ഇരുമ്പ്, ബേരിയം പോലുള്ള അപകടകരമായ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള മത്സ്യങ്ങളുടെ കുടലിൽ കാണപ്പെടുന്ന മലിനീകരണ വസ്തുക്കൾ സമുദ്രജീവികൾക്ക് മാത്രമല്ല മനുഷ്യൻ്റെ ആരോഗ്യത്തിന് കൂടി കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് അപകടകരമായ ഒരു വസ്തുത തന്നെയാണ്. അഷ്ടമുടിക്കായലിലെ ചില ഭാഗങ്ങളിലുള്ള മത്സ്യത്തിൽ 19.6% മൈക്രോ പ്ലാസ്റ്റിക്കുകൾ അടങ്ങിയിരിക്കുന്നു. ഷെൽഫിഷിൽ 40.9% മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്നു. അത്രത്തോളം
ഭയാനകമായ മലിനീകരണമാണ് അഷ്ടമുടിക്കായലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അധികാരികളുടെ കണ്ണു തുറന്നില്ലെങ്കിൽ അഷ്ടമുടിക്കായൽ ഒരോർമ്മയായി അവശേഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ജയ്. അഷ്ടമുടിക്കായൽ മരണപ്പെടാതിരിക്കട്ടെ. ഈ ദുരവസ്ഥ പരിഹരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. അധികാരികളുടെ കണ്ണു തുറക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാം. അഷ്ടമുടിക്കായലിനായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. അധികാരികൾ അവരുടെ കണ്ണ് തുറക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്.